സിൽക്ക് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന സിൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ കാണുന്നത്. രണ്ട് കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള. നല്ലൊരു യെല്ലോ ആൻഡ് പിങ്ക് കളറിലാണ് ഈ ഒരു സെറ്റ്സ് വന്നേക്കുന്നത്. നമുക്കിതിൻ്റെ പാറ്റേൺ വരുമ്പോഴത്തേക്ക് നെക്ക് ലൈനിൽ നല്ലൊരു ക്രോഷ്യോയുടെ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ പാനൽ പോലെ ക്രോഷ്യോയുടെ ലേസ്, ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ ക്രോഷ്യോ ലേസ് താഴെ വന്നിട്ട് നമുക്ക് എൻഡിൽ ദാമിൽ നല്ല ഹെവി ആയിട്ട് ക്രോഷ്യോ ലേസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ട് വരും. അതുപോലെ സ്ലീവ്സ് വരുമ്പോൾ ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ആ ഒരു പാറ്റേൺ വന്നത്. സെയിം ഫ്ലോറൽ പ്രിൻറ്റ് തന്നെ വന്നിട്ട് ക്രോഷ്യോയുടെ ലേസാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്ക് സാൻറ്റൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ്. കുറച്ചും കൂടി ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ സാൻറ്റൂൺ സിൽക്കിൻ്റെ ബോട്ടം. ദുപ്പട്ടയും സെയിം ഫാബ്രിക് തന്നെ ഇങ്ങനെയാണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ ഫുള്ളായിട്ട് നമുക്ക് ഫ്ലോറലിൻ്റെ പ്രിൻറ്റും ക്രോഷ്യോ ലേസും കൊടുത്താണ്. നല്ല രസമായിട്ടാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാണുന്ന ഷെയ്ഡ് തന്നെ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇതിങ്ങനെ വന്നിട്ട് സെയിം പാറ്റേൺ തന്നെയാണ് ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു. നല്ല രസമായിട്ടുള്ള ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഈ സെറ്റ് വരുന്നത്. ടോപ്പ് ഫുൾ നമുക്ക് ഫ്ലോറൽ വരും. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത്. അതുപോലെ ദുപ്പട്ടയും നമുക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിൽ വരും. ബോട്ടം വരുമ്പം സാൻറ്റൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് സെയിം പാറ്റേൺ തന്നെ ലൈറ്റ് ഒരു പിങ്ക് ടോണിലാണ് വരുന്നത്. ദുപ്പട്ടയൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ടാണ് ഫുള്ളായിട്ട് നമുക്ക് ആ ക്രോഷ്യോയുടെ ലേസ് കൊടുത്തിട്ടാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ബോട്ടം വരുമ്പം സാൻറ്റൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്.